ഫുട്ബോൾ ആവേശത്തിലാണ് കോഴിക്കോട്. ചെക്ക് റിപ്പബ്ലിക് സൗത്ത് കൊറിയ മത്സരം കാണാൻ പുതിയ പാലത്ത് ഒരുക്കിയിരിക്കുന്ന ബിഗ് സ്ക്രീനിന് മുന്നിൽ ഫുട്ബോൾ പ്രേമികൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് പുതിയ പാലത്ത് നിന്ന് ആകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് അങ്ങനെ ഫുട്ബോൾ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാനുള്ളത് പുതിയ പാലത്തുള്ള ബിഗ് സ്ക്രീനിന് മുമ്പിലാണ്. നമുക്ക് കാണാം ഇവിടെ രാവിലത്തെ കൊറിയയുമായിട്ടുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ക്രീൻ വലിയൊരു സ്ക്രീൻ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. രാവിലെ ആയതിനാൽ തന്നെ കാണികളുടെ എണ്ണം കുറവാണ്. ഒരുപക്ഷെ ബ്രസീൽ, അർജന്റീന, അതുപോലെ പോർച്ചുഗൽ ഉൾപ്പെടെയുള്ള ടീമിനെ മത്സരം ഉണ്ടാകുമ്പോൾ ഇവിടെ എല്ലാം ആരാധകർ തിങ്ങിയിരിക്കും. നമുക്കിവിടെ നിരവധി പേരുണ്ട്, അവരോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് കാഴ്ച? കുഴപ്പമില്ല. നല്ല ടീം, ഫസ്റ്റ് ആദ്യത്തെ ടീമാണല്ലോ, അപ്പോൾ ഇല്ലാതെ ലൈക്കാണ്ടായില്ല, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, എങ്ങനെയുണ്ട് രാവിലത്തെ കളി? തുടങ്ങിയിട്ടേ ഉള്ളൂ. കളി കുഴപ്പമില്ല. ഈ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്? സജ്ജീകരണമൊക്കെ നല്ല സെറ്റപ്പാ. ഇപ്പോൾ ബ്രസീലിൻ്റെ അർജന്റീനയൊക്കെ കളി വന്ന ഇവിടെ ആളുകൾ തിങ്ങി നിറയും. ഫുള്ളായിരിക്കും. ഇനിയുള്ള കളിക്ക് ഫുള്ളുണ്ടാവും. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗലിൻ്റെ കളിക്കൊക്കെ ഫുള്ളാളുണ്ടാവും. രാത്രിത്തെ മത്സരം കണ്ടായിരുന്നു മെക്സിക്കോൻ്റെ? പ്രതീക്ഷിച്ചത് ഉയർന്നില്ല. പിന്നെ കുറച്ച് റഫായിരുന്നു കളി. 3 റെഡ് കാർഡ് കണ്ട് ഞാൻ പ്രതീക്ഷിച്ചത്ര പോയ. പിന്നെ ചേട്ടാ, ഈ ഗാലറിയിൽ ഇരുന്ന് കളി കാണുമ്പോൾ പ്രത്യേക ഒരു അനുഭവമാണ്. ഒത്തിരി പിന്നെ വീട്ടിലിരുന്ന് കാണാതെ നമുക്ക് ആളുകളുടെ ഒപ്പം ഇരുന്ന് കാണാമെന്നുള്ളത്. അപ്പോൾ ഈ കളി എങ്ങനെയുണ്ട്? ഈ കളി തുടക്കത്തിൽ ഒരു ഏവറേജ് കളിയാണ്. പിന്നെ രാവിലെ ആയതുകൊണ്ടാണ് ആളുകൾ കുറവ്. ഇന്നെല്ലാത്തിനും നല്ല ആളുണ്ടായിരുന്നു. എല്ലാം മികച്ച സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അടിപൊളി. ഇപ്പോൾ ജോലിക്ക് പോകാനുണ്ടായിരുന്നോ? ഉണ്ട്. ഇനിയിപ്പോൾ ഹാഫ് ടൈം ഞാൻ പോകും. ഹാഫ് ടൈം കഴിഞ്ഞാൽ പോകും. ചേട്ടാ, ഇത് ജോലിക്കൊക്കെ പോകാനുണ്ടായിരുന്നോ? ഉണ്ട്. ഇനിയിപ്പോൾ കളി കഴിഞ്ഞിട്ടാണ് പോവാ? ഗ്യാപ്പിൽ വന്നിട്ട് കാണുകയാണ്. രാവിലെ 9 മണിക്ക് പോകണം. അത് തന്നെയാണ് പലരും രാവിലെ ജോലിക്കൊക്കെ പോകേണ്ട സമയത്തുൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ കാണാം, ഒരു ഗാലറി എന്ന രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. ചേട്ടാ, ഏത് ടീമിൻ്റെ ഫാനാണ്? പോർച്ചുഗൽ. ഇത്തവണ റൊണാൾഡോ കപ്പടിച്ച് വിരമിക്കും. അതാണ് നമ്മൾ ആഗ്രഹം. കപ്പടിച്ച് വിരമിക്കണമെന്നാണ് ആഗ്രഹം. ഈ ഗാലറിയെ പറ്റി എന്താ പറയുക? സ്ക്രീനൊക്കെ പറ്റി ബെൽഡൺ രാത്രിത്തെ കളിക്കാൻ നല്ല ആളുണ്ടായിരുന്നു അവിടെ. ഫുൾ രാവിലെ ആയതിനാൽ തന്നെ ആളുകളുടെ എണ്ണം കുറച്ച് കുറവുണ്ടെങ്കിലും ആവേശത്തിനൊരു കുറവുമില്ല. കൊറിയയുടെ കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണാനാണ് ഇവരെല്ലാവരും എത്തിയിട്ടുള്ളത്. രാവിലെ തന്നെ ജോലിയും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ഫുട്ബോൾ ആവേശത്തിൻ്റെ ഭാഗമായിരിക്കുന്നത്. നമുക്ക് കാണാം, നിരവധി ആളുകൾ ഇവിടെയുണ്ട്. അവരെല്ലാം തന്നെ ഈ ഗാലറിയിൽ ഇരുന്നു കൊണ്ടാണ് ഇപ്പോൾ കളി വീക്ഷിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ആളുകൾ, രാത്രിത്തെ കളി കണ്ട് മടങ്ങിയ ആളുകൾ പിന്നീട് തിരിച്ചു വരും. അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടി ആളുകൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു മത്സരങ്ങൾ? രാത്രിത്തെ മത്സരം എങ്ങനെയുണ്ടായിരുന്നു? രാത്രിത്തെ കണ്ടില്ല. ഇപ്പോൾ ഇത് കണ്ടിട്ട് പോളൂ, അങ്ങനത്തതിലാണ്. ഇതിൽ ഈ കളിയിൽ ആര് ജയിക്കുന്ന തോന്നുന്നത്? കണ്ടിട്ട് കൊറിയ ജയിക്കുന്ന തോന്നുന്നത്. കൊറിയയാണ് നന്നായിട്ട് കളിക്കുന്നതല്ലേ? ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.